ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ ആശയങ്ങളിലോ ആ വിശ്വാസങ്ങളിലോ ആ കർമ്മങ്ങളിലോ യാതൊരു നിലക്കുള്ള വിട്ടുവീഴ്ചക്കും സമസ്ത കേരള ജമീയത്തുൽ ഉലമ തയ്യാറല്ല, ഒരു കാലത്തും തയ്യാറല്ല എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ ഇതിന് വരച്ചു തന്നതായ പ്രത്യേകമാവുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രവർത്തിക്കും. വിശുദ്ധമാവുന്ന ദീൻ, ആ ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ആ ദീൻ്റെ സംരക്ഷണവുമായി കൊണ്ട് ഈ സംഘടന ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. ഏതൊരു ഭാഗത്തിൽ നിന്ന് ആരെങ്ങനെ എതിർത്താലും ഈ സംഘടന നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമായ ദീൻ, ആ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹത്തുക്കളാവുന്നതായ ആളുകൾ വളരെ നല്ല നിയ്യത്തോടുകൂടി, ഞാൻ പറഞ്ഞല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹീനെ സ്വീകരിച്ചതും വഹീനെ പ്രചരിപ്പിക്കാനും വഹീനെ സംഭരിച്ചതൊക്കെ വിശുദ്ധാത്മാവ് കൊണ്ടായിരുന്നു. ആ നിലക്കുള്ള വിശുദ്ധമാവുന്ന ആത്മാക്കളുടെ ഉടമകളായിരുന്നു മുൻകഴിഞ്ഞതായ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഇവിടെ നേതൃത്വം നൽകിയവർ. അതിവിടെ എന്തെങ്കിലും നിലക്കുള്ള ഫിത്നക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള വിഭാഗയ്ക്ക് വേണ്ടിയൊന്നും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. ആളുകളെ ആക്ഷേപിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും അതിന് വലിയ സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അങ്ങനെ കിട്ടിയാലും ആ സൗകര്യങ്ങൾ അത് സ്വീകരിക്കല്ല വേണ്ടത്. ആ സൗകര്യങ്ങൾ സ്വീകരിക്കുന്നതിനോട് കൂടെ തന്നെ ആൾക്കാർ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു ബോധം നമുക്കൊക്കെ ഉണ്ടാവണം. ആ നിലക്ക് നമ്മുടെ സംഘടനകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക. ഈ രാജ്യത്തുള്ള സാമുദായിക സൗഹാർദ്ദം, മതസൗഹാർദ്ദം ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് നമ്മളൊക്കെ. ആ നിലക്കന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഇതിനൊക്കെയുള്ള അനൈക്യം നമ്മളിടയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക, നല്ലൊരു മനസ്സോട് കൂടി പ്രവർത്തിക്കുക, ഒത്തൊരുമിച്ച്. അങ്ങനെയല്ലേ ഓരോ നന്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് പറയാൻ വേണ്ടി വന്നു എന്നാണ്. അപ്പോൾ സഹാബത്തിൽ നിന്നുള്ള ഒരു വിഭാഗം അവിടെ എന്തോ ഒരു തർക്കത്തിലാണ്. അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, റുഫിയാത്ത്, നിങ്ങളെ ഈ തർക്കം കാരണമായിട്ട് ലൈലത്തുൽ ഖദ്ർ ഇന്ന മയ്യനായ ഒരു ലൈലത്തിലാണ്, മയ്യനത്താവുന്ന ഒരു രാത്രി ലൈലത്തിലാണ് അത് ഉണ്ടാവണം എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു. പക്ഷേ ആ മുഅയ്യനത്താവുന്ന ലൈലത്തിന് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ ഇവിടെ ഇല്ലാന്നില്ല, അത് ഇന്ന രാത്രിയാണെന്ന് ഇനി പറയണില്ല. അതുകൊണ്ട് അതിന് നിങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ 10 വറ്റിയായ രാത്രികളിൽ പ്രതീക്ഷിക്കുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ നമ്മളെ ഭിന്നിപ്പ് എപ്പോഴും പല നന്മകളും നമുക്കെന്താവും തടയപ്പെടും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ പരസ്പരം അങ്ങുമിങ്ങും പൈചാരാതെ നല്ല മനസ്സോടുകൂടി സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരു യഥാർത്ഥ മുസ്ലിം അവൻ മുസ്ലിമായും കൊണ്ട് ജീവിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത്. അങ്ങനല്ലേ? മറ്റുള്ള മുസ്ലിങ്ങളാവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാവട്ടെ ആരും ഉപദ്രവിക്കുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും രക്ഷ നൽകുന്നവരാവണം നമ്മൾ, എല്ലാവരെയും സ്നേഹിക്കുന്നവരാവണം, എല്ലാവരെയും ആദരിക്കേണ്ടവരാവണം നമ്മൾ, കൃപ ചെയ്യേണ്ടവരോട് കൃപ ചെയ്യേണ്ടവരാവണം, എല്ലാവരോടും നല്ലത് പറയുന്നവരാവണം. ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിൽ വേണ്ടാത്തതായ വിചാരങ്ങളോ അതുപോലുള്ള മറ്റോ നമ്മളെ ഹൃദയത്തിലുണ്ടാവാൻ പാടില്ല. ആളുകളെ സംബന്ധിച്ച് മോശമായ നിലക്ക് അവരെ ചിത്രീകരിക്കുകയോ അവരെ സംബന്ധിച്ച് എഴുതുകയോ മറ്റോ ചെയ്യുക, അതൊക്കെ നിരോധിക്കപ്പെട്ട സംഗതികളിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ വിശുദ്ധമായ ഈ ശരീഅത്ത് നിരോധിച്ച ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ ഒഴിഞ്ഞിക്കണം. അങ്ങനെ നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി നന്മകളൊക്കെ ഈമാനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഏറ്റവും വലിയ തകരാറാണ്. നമ്മൾ സ്ഥാപനങ്ങളുണ്ട്, നമുക്കൊരുപാട്, അതുപോലെ തന്നെ ദഅവത്തിൻ്റെ മേഖലകൾ പലതുമുണ്ട്. ഇതൊന്നും വേണ്ട മാതിരിക്കെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ അത് വിജയിക്കണില്ല. കാരണം എന്താ? ഏത് നന്മകളാണെങ്കിലും ആ നന്മകളെ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നാണ്. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ആ ഈമാൻ, ശക്തമായ ഈമാൻ ഹൃദയത്തിലുണ്ടാവണം. മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ മുൻഗാമികളാവുന്ന സാദാത്തുക്കളാവട്ടെ, പണ്ഡിതന്മാരാവട്ടെ, മറ്റ് പ്രമുഖ വ്യക്തികളാവട്ടെ, ഇവരൊക്കെ വിശുദ്ധമാവുന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ആവശ്യമാവുന്ന പ്രചോദനം, അല്ലെങ്കിൽ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായ പ്രചോദനം ഉണ്ടായിത്തീർന്നത് വിശുദ്ധമായ ഈമാനിൽ നിന്നാണ്. വിശുദ്ധമായ ഈമാനിൽ നിന്നുണ്ടാവുമ്പോഴേ അത് അർഹിക്കപ്പെടുന്ന നിൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന നമ്മുടെ ഹസനാത്തിൻ്റെ ആ റിക്കാർഡിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുന്നതായ സ്വഭാവം എനിക്കുണ്ടാവുള്ളൂ. നേരെ മറിച്ച് താല്പര്യങ്ങൾ പലതും ഉണ്ടാവും. ചിലപ്പോൾ സംഘടന ഉണ്ടാക്കുന്ന താല്പര്യങ്ങളുണ്ടാവും. അത് ഭൗതികമായ പല താല്പര്യങ്ങളായിരിക്കും പലർക്കും ഉദ്ദേശം. നമ്മൾ നല്ല സംഗതികൾ ചെയ്യുമ്പോൾ നമുക്ക് പല ഹജ്ജിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴോ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യം അത് ഈമാനിൽ നിന്നുണ്ടായതാണെങ്കിൽ ആ താല്പര്യങ്ങളോട് ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം. ഇപ്പം നിസ്കരിക്കുകയാണ്, അതെന്താ?
പാപ്പ നിസ്കരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ നാട്ടുകാർ പറയും, അല്ലെങ്കിൽ ഉസ്താദന്മാർ പറയും. അപ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് വലിയ തകരാറുണ്ടാവും, കല്യാണം കഴിക്കാനായ കുട്ടികളാണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഈമാനിൽ നിന്നുണ്ടാവുന്ന നിസ്കാരമല്ല, അത് യഥാർത്ഥ ഈമാൻ അവിടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഈമാനിന് അൽ ഈമാനു യസീദു വയൻഖുസ് എന്നാണ് അയിമത്തിൻ്റെ അഭിപ്രായം. മഹഖീഖീങ്ങളാവുന്ന അയിമത്തിൻ്റെ അഭിപ്രായം, മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾക്കുള്ള അഭിപ്രായം അതാണ്. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളും ഈ അഭിപ്രായക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധമാവുന്ന ഗ്രന്ഥത്തിൽ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തത്. ഈമാൻ അത് വളരും, അതിനെ സംബന്ധിച്ച് ഈമാൻ അത് ചുരുങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് സൂചിപ്പിക്കുന്നതായ അഹാദീത്തുകളും ആയത്തുകളൊക്കെ മുമ്പ് കൊണ്ടുവരാൻ കാരണം. അപ്പം ഈമാനിനെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഈമാൻ വളരുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആ വൃത്തികെട്ട സ്വഭാവങ്ങളെ പൂർണ്ണമായും കൊണ്ട് ഹൃദയത്തിൽ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് ഈമാനിനെ വളർത്തിയെടുക്കുമ്പോൾ ആ ഈമാനിൻ്റെ സമ്പത്തുകളാവണം നമ്മളെ എല്ലാ നന്മകളും ആ ഈമാനിൽ നിന്നാവണം അതിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ പല സന്നദ്ധ സംഘടനകൾ നമ്മൾക്കുണ്ട്. പക്ഷേ സംഘടനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സംഘടനയോടുകൂടിയുള്ള മത്സരമോ മറ്റോ ആകാൻ പാടില്ല. അല്ലാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹീനെ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനാക്കി. എത്രമാത്രം ആത്മാവ് കൊണ്ടാണ് നബി സ്വീകരിച്ചത്. വഹീനെ കേട്ടത് നബി ആത്മാവ് കൊണ്ടാണ്, നമ്മളെ പോലെയുള്ള സാധാരണ ചെവി കൊണ്ടല്ല കേട്ടത്. വഹീനെ സംഭരിച്ചു വെച്ചത് ആത്മാവ് കൊണ്ടാണ്. അപ്പം ആത്മാവിനെ എത്രമാത്രം വിശുദ്ധമാക്കുന്നതോ ആ വിശുദ്ധമാക്കുന്നതനുസരിച്ച് വിശുദ്ധമായ ഈമാൻ അത് ഹൃദയത്തിൽ വളർന്ന് വികസിക്കും. ആ ഈമാനിൽ നിന്ന് നന്മകൾ മുഴുവൻ ഉണ്ടാക്കി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് പ്രവർത്തകരോടും മറ്റും പറയാനുള്ളത്, നമ്മൾ ഒരു സംഘടനയാണ് എന്നുള്ള നിലക്ക് ആ സംഘടനൻ്റെ വിജയത്തിലേക്ക് പലരും പ്രവർത്തിക്കണം, പലരും പ്രവർത്തിച്ചിട്ടുണ്ട്, പലരും നേതൃത്വം നൽകും വേണം. എന്നാലേ അത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മളെ മുൻഗാമികളായ ആളുകളൊക്കെ അങ്ങനെയല്ലേ. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബ് ഈ കേരളം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ അത് വളരെ പടർന്നു പന്തലിക്കാനുള്ള കാരണം പറയുന്നത് എന്താണെന്നറിയോ? ലാസിയമ്മ ബഅദ അൻ സാഫറ സാദത്തുൽ ഹളായിമാണ്. ഹളർമികളാവുന്ന തങ്ങന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അവരെന്തായി കുടിയേറി താമസിച്ചു. അവരൊക്കെ ഷാഫി മദ്ഹബുകാരായിരുന്നു. അപ്പം അവർ എന്ത് ചെയ്തു? അവരുടെ ആ പ്രവർത്തനമാണ് ഷാഫി മദ്ഹബ് ഇത്രമാത്രം പല സ്ഥലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ ഇത്രമാത്രം പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാന്മാരാവുന്ന സാദാത്യങ്ങളൊക്കെ ഇവിടെ വന്നത് അവരെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടെ കല്യാണം ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ വലിയ വീടുണ്ടാക്കാനോ ഒന്നും വന്നവരല്ല. അവരൊക്കെ വിശുദ്ധമാവുന്ന ഈ ദീൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അവരെന്തായി? അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു. ഇവിടെ വന്ന സാധാർത്ഥികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ പണ്ഡിത ഇൽമ് എന്നുള്ളത് അവരിലുണ്ടായിരുന്നു, സിയാദത്തും അവരിലുണ്ടായിരുന്നു. അവരിവിടെയുള്ള പാവപ്പെട്ടവർ, ഇവിടെയുള്ള ധനാഢ്യരും ഇവിടെയുള്ള മറ്റ് പ്രമുഖ വ്യക്തികളൊക്കെ കൂട്ടിപ്പിടിച്ച് അവർ താമസിച്ചിരുന്ന പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ വിശുദ്ധമാവുന്ന ദീനിനെ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അവരെന്തായി പ്രവർത്തിച്ചു. പിന്നീട് സമസ്തകളുടെ 100 വർഷം ആയല്ലോ. ഇപ്പോൾ ഈ സംഘടന 100 വർഷം കഴിഞ്ഞു. ഈ സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ട് അതിൻ്റെ രൂപീകരണ ആരംഭത്തിൽ കേരളത്തിലുണ്ടായിരുന്ന മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കൾ, മഹാനാവുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, അന്നത്തെ കാലത്തുള്ളതായ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, അന്നത്തെ സാധാരണക്കാർ, അന്നത്തെ ധനാഢ്യരല്ലാത്തവർ, ഇവരൊക്കെ കൂടി ശ്രമിച്ചതിൻ്റെ ഫലമായി കൊണ്ട് പ്രത്യേകിച്ച് മഹാന്മാർക്കുള്ള നല്ല നിയ്യത്തും അവരെ ഇഖ്ലാസുമൊക്കെ കാരണം ഈ സംഘടന ഇവിടെ വളർന്നു പന്തലിച്ചു. അതിവിടെ വളർന്നു പന്തലിച്ചു. അത് ഇവിടെ വിശുദ്ധമാവുന്ന ദീൻ, ആ ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ആ ദീൻ്റെ സംരക്ഷണവുമായി കൊണ്ട് ഈ സംഘടന ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. ഏതൊരു ഭാഗത്തിൽ നിന്ന് ആരെങ്ങനെ എതിർത്താലും ഈ സംഘടന നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമായ ദീൻ, ആ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹത്തുക്കളാവുന്നതായ ആളുകൾ വളരെ നല്ല നിയ്യത്തോടുകൂടി, ഞാൻ പറഞ്ഞല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹീനെ സ്വീകരിച്ചതും വഹീനെ പ്രചരിപ്പിക്കാനും വഹീനെ സംഭരിച്ചതൊക്കെ വിശുദ്ധാത്മാവ് കൊണ്ടായിരുന്നു. ആ നിലക്കുള്ള വിശുദ്ധമാവുന്ന ആത്മാക്കളുടെ ഉടമകളായിരുന്നു മുൻകഴിഞ്ഞതായ സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക് ഇവിടെ നേതൃത്വം നൽകിയവർ, അതിനിവിടെ സ്ഥാപിച്ചവരൊക്കെ. ആ നല്ല നിയ്യത്തിൽ നിന്ന് അഥവാ വിശുദ്ധമാവുന്ന ഈമാനിൽ നിന്നും ഉത്ഭൂതമായ, അതിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടതായ ഒരു സ്വാലിഹായ ഒരു അമലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ സ്ഥാപനം. അതിനെ രൂപീകരിക്കുക എന്നുള്ളത്.
അപ്പോൾ അതൊരു വിശുദ്ധമായ ഒരു അമലാണത്. ആ വിശുദ്ധമായ ഒരു അമൽ ഇവിടെ ഉണ്ടാവാൻ ആവശ്യമാവാൻ അതിന് അടിസ്ഥാനപരമായി ആവശ്യമായ ഏതെല്ലാം ഗുണങ്ങളുണ്ടോ? ഒന്ന് ഇഖ്ലാസ് വേണം അതിലേക്ക്. ഇഫ്രാദുൽ ഹഖി സുബ്ഹാനഹു വ തആല ബി തആല. ഏത് നന്മകൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം ചെയ്യാം. ശക്തമായ നിയ്യത്ത് അതിൻ്റെ പിന്നിലും വേണം, ശക്തമായ ഇഖ്ലാസ് വേണം. ഇതൊക്കെ ഉള്ളവർ ഈ ഇന്നൽക്ക് സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ ഒരു നിയ്യത്ത്, ഈ ശക്തമായ ഇഖ്ലാസ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയായതുകൊണ്ട് അത് 100 കൊല്ലം ഇവിടെ തികച്ചു. ഇനിയും അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.